സൂര്യ എന്തോ പ്രേക്ഷകരോട് ഞാനൊരു കാര്യം പറയട്ടെ. സൂര്യ ഐസ് ബക്കറ്റ് ചലഞ്ച് നോക്കി കേട്ട് എന്താന്ന് പോലും അറിയാണ്ട് ഐസ് ഒരു ബക്കറ്റിൽ ഫുൾ ഐസ് വെള്ളം എടുത്ത് അതിന്റെ ഒരു തല കമിഴ്ത്തി. സാധാരണ ഇത് മണ്ടത്തരം പറ്റിയതാണ്, ഇത് മണ്ടത്തരം പറ്റിയതാണ്. സത്യമായിട്ട് ഇത് സംഭവിച്ചാണ്. എവിടുന്നോ ആരാണ്ട് എന്തോ പറയുന്നത് കേട്ടു. എന്നിട്ട് വെറുതെ ഇരുന്ന് ഒരു ബക്കറ്റ് നിറച്ച് ഐസോളം നിറച്ചു, തല അങ്ങോട്ട് താഴ്ത്തി. ഇതാണ് പറ്റിയ അവസ്ഥ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഓർമ്മയുണ്ടോ പനിയാന്ന്? ഇതാണ് കാര്യം. എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് പനിയാന്ന്. ഇത് വേറൊന്നുമല്ല. കാര്യം പറഞ്ഞത് സോനാക്ഷി ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഐസ് ബക്കറ്റ് ചലഞ്ച് എന്ന് പറഞ്ഞത്. നമ്മുടെ ALS എന്ന് പറഞ്ഞ അസുഖത്തിന് വേണ്ടി ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിട്ട് ചലഞ്ച് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് ചലഞ്ച് വന്നു കഴിയുമ്പോൾ അവർ ആ വെല്ലുവിളി ഏറ്റെടുക്കണം. ഇനി വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അവർ കാശ് കൊടുക്കണം. ഇതാണ് ചലഞ്ച്. ബട്ട് നമ്മുടെ സോനാക്ഷി എന്ത് ചെയ്തെന്ന് അറിയോ? ചലഞ്ച് വരുന്നതിന് മുമ്പേ എനിക്ക് ചലഞ്ച് ഒന്നും വന്നില്ല. പക്ഷേ പുള്ളിക്കാരത്തി ഒരു കാര്യം കൂടെ പറഞ്ഞു. പുള്ളിക്കാരത്തി ഏതെന്താണെന്നറിയോ? ഫുൾ ഐസ്, വെള്ളത്തിന് ഐസ്, ഒരു ബക്കറ്റ് നിറച്ച ഐസ്, കട്ട ഐസ്, അതെടുത്ത് തലയിലോട്ട് അതല്ല, അത് ബക്കറ്റിൽ നിന്ന് ഞാൻ ഊരി തല വീണ് ചത്തുപോയിരുന്നു. എന്തായാലും പുള്ളിക്കാരത്തേക്ക് ദൈവാനിക്ക് നന്നായിട്ടുണ്ട്. 2-3 പീസുകൾ മാത്രമേ അവിടുന്ന് ഇവിടുന്ന് തലയിൽ വീണുള്ളൂ. അല്ല വലിയ പീസായിരുന്നു. അതിൽ നിന്ന് എന്തോ പൊട്ടി ചെറിയ ചെറിയ പീസ് മാത്രമേ തലയിൽ വീണുള്ളൂ. അതുകൊണ്ട് പുള്ളിക്കാരത്തി രക്ഷപ്പെട്ടു. പുള്ളിക്കാരത്തി പറഞ്ഞു പുള്ളിക്കാരത്തി ഫണ്ട് വേറെ സംഭാവന കൊടുത്തു. പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് അറിയോ? ഞാൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം മണ്ടത്തരം കൊണ്ടല്ല, വെള്ളം പാഴാക്കരുത്. ശരിയാ, ജലം അമൂല്യമാണ്, ഓരോ തുള്ളിയും അമൂല്യമാണ്, അത് പാഴാക്കരുത്. അതിന്റെ കൂടുതൽ പുള്ളിക്കാരത്തി പറഞ്ഞു, നിങ്ങൾ ചലഞ്ചൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഫണ്ട് ഇത് കൊടുക്കണം. ഈ ALS എന്ന് പറഞ്ഞ അസുഖം ആഫ്രിക്കയിൽ വന്നിരിക്കുന്ന ഒരു അസുഖമാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഫുൾ ഹാർട്ടൊക്കെ വീക്കായി, തലച്ചോറിനെ ബാധിച്ച് ഫുള്ളായിട്ട് നമ്മള് പാരലൈസ് ആയി പോകും. ഇതാണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത. അപ്പം എന്താണ്, നിങ്ങളും പറ്റുമെങ്കിൽ ഇതിലേക്ക് സംഭാവന ചെയ്യാം ഈ അസുഖം മാറ്റാൻ വേണ്ടി അല്ലേ? അപ്പൊ നമുക്ക് ഈ ഗോസിപ്പ് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു കാര്യം കേട്ടോ? ഒരുപാട് കാര്യം കേട്ടോ, പറഞ്ഞോ. നീ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് നിർത്തിക്കോ, അതാണ് എനിക്ക് നല്ലത്. സത്യമായിട്ട് ഞാൻ നിർത്തി. ഇനി അടുത്ത പറഞ്ഞോ. ഓക്കെ, ഞാൻ സെബാന്റെ അടുത്തല്ല പറയുന്നത്, ഞാൻ എന്റെ പ്രേക്ഷകരോടാ പറയുന്നത്. പ്രേക്ഷകരെ, നിങ്ങൾ ഒരു കാര്യം കേൾക്കുകയോ? ഓക്കെ, ഞാൻ പറയാം. എടാ, രാംലക്കൻ വീണ്ടും 1989 ഇറങ്ങിയ പടം അല്ലേ? അനിൽ കപൂറും ജാക്കി ഷ്രോഫും അഭിനയിച്ച ആ മൂവി വീണ്ടും റീമേക്ക് ചെയ്യാൻ പോവാണ്. നമ്മുടെ കരൺ ജോഹറും രോഹിത് ഷെട്ടി. പടം എന്തായാലും റീമേക്കിനുള്ള ഒരുക്കത്തിലാണ്. എന്താവും നമ്മുടെ ആദ്യം ഇറങ്ങിയ സമയത്ത് സുഭാഷ് ഘായി അങ്ങനെയാണ് ഡയറക്ടറാണ് അന്ന് ഡയറക്ട് ചെയ്ത്. രണ്ട് സഹോദരന്മാരുടെ ഒരു സ്നേഹബന്ധത്തിന്റെ സ്റ്റോറി ആയിരുന്നു. അന്ന് ഒരുപാട് ആൾക്കാരുടെ ഒരു താരനിര തന്നെ പടത്തിലുണ്ടായിരുന്നു. ഈ പുതിയതായിട്ട് ഇറങ്ങുമ്പോൾ ആരൊക്കെ ഉണ്ടാവും, ആരായിരിക്കും ഇത് ചെയ്യുക? വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഷാറുഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ, ഒരുപാട് പേരുടെ ലിസ്റ്റ് ഉണ്ട്. നമ്മളിങ്ങനെ ചുരുട്ടി വെക്കുന്ന ലിസ്റ്റുകളില്ലേ, അതുപോലെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പറയാൻ പറ്റില്ല. എന്തായാലും നായകന് വേണ്ടിയുള്ള നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും പ്രതീക്ഷിക്കുകയാണ് ആരായിരിക്കും. സൽമാൻ എനിക്ക് ഷാറുഖ് ഖാൻ ആയാൽ കൊള്ളാമെന്നുണ്ട്. സൽമാൻ ഖാൻ ആയാൽ എന്താ കുഴപ്പം? ഷാറുഖ് ഖാൻ മതി. കുറച്ചു മുമ്പേ പറഞ്ഞു അക്ഷയ് കുമാറിന്റെ ഫാനാന്ന് പറഞ്ഞു. ഹലോ, എക്സ്ക്യൂസ് മീ, അപ്പൊ തന്നെ ഞാൻ മാറ്റി പറഞ്ഞു അക്ഷയ് കുമാറിനെ. എനിക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായവും അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതും ഓന്തിന്റെ സ്വഭാവമാണ്. വേണ്ട ഷാറുഖ് ഖാനെ തൊട്ട് കളിക്കണ്ട. അതെന്താ വെച്ചാൽ കളിയാക്കാൻ വേണ്ടി പറയാന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പൊ അക്ഷയ് കുമാറിനെ പറഞ്ഞേ. നീ തൊട്ടതിന് പിടിച്ചതിനൊക്കെ കളിയാക്കാറുണ്ടല്ലോ. സൽമാൻ ഖാൻ മക്കളെ ഞാൻ പറയാൻ നീ എനിക്ക് സമയം തരണ്ടേ? എന്നാലും എനിക്ക് മിണ്ടാൻ പറ്റുള്ളൂ. അഞ്ചാൻ കണ്ടിരുന്നു? കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അല്ലേ? സാമന്ത എങ്ങനെയായിരുന്നു? ഇതേ ഒരു അനുഭവം തിയേറ്ററിലിരുന്ന് ഞാൻ കണ്ടപ്പോ എനിക്ക് ഒരു പിടുത്തം കിട്ടിയില്ല. എന്താണ് ഇതെന്ന് സത്യമായിട്ടാ. ഫുൾ ബിക്കിനിയില്. അതുമാണ് ആയിക്കോട്ടെ. പക്ഷെ
സമന്ത ഇങ്ങനെ കാണിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുപോലെ എനിക്ക് തമിഴിൽ ഇത്രയും രോമ പൊളിക്കുന്നതിനായിട്ട് എന്തായാലും സമന്ത ആദ്യമായിട്ടാണ് അതും ഇത്രയും ഹോട്ട് ബിഗിനില് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്നറിയോ, ഞാൻ തിയേറ്ററിൽ കാണുമ്പോണ്ടല്ലോ ആൾക്കാര് കയ്യടിക്കുവാണോ തുള്ളുവാണോ എണീറ്റ് ചാടുവാണോ എനിക്കറിയാൻ പറ്റില്ല. സമന്ത ഭയങ്കര രസമായിരുന്നു, ഭയങ്കര രസം. സമന്ത ആദ്യമായിട്ടാണ് ഇത്രയും ഗ്ലാമറസ് ആയിട്ട്. എന്തായാലും ഭയങ്കര കയ്യടിയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായാലും ബിക്കിനി ഇട്ടാൽ കയ്യടിയിട്ട് എന്ത് ഞാനിട്ട് അറിയണ ഞാനൊരു പെണ്ണോ ബിക്കിനി ഇടാൻ. എന്തായാലും സമന്തേന്റെ എന്താ സൂര്യക്ക് ഇടാൻ വല്ല പ്ലാനും ഉണ്ടോ? ഇല്ല. ചോദ്യം കണ്ടപ്പോ എനിക്ക് തോന്നി അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ സമ്മതിക്കില്ല, വേണ്ട, ഞങ്ങൾക്ക് ശക്തിയില്ല കാണാനുള്ള. അതുകൊണ്ടാ എന്തായാലും സമന്തന്റെ ബിക്കിനി അടിപൊളിയായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അഞ്ചാൻ ഇങ്ങനെ കുതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, അടിപൊളി സൂപ്പറായി. പിന്നെ ആവണല്ലോ അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ ഈ കൊതിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു പാട്ടം കണ്ടോ? സമന്തന്റെ അഞ്ചാനിലെ തന്നെ പാട്ടായിക്കോട്ടെ അല്ലെ? ഒരു അടിപൊളി പാട്ട് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു. ഓ നല്ല രസമായിരുന്നല്ലേ? എനിക്ക് ഇവനെ കുറെ അടി സണ്ണിയും ലാസ്റ്റ് നമ്മുടെ സമന്തയിലെത്തി ഒരു അടിപൊളി ഗോസിപ്പായിരുന്നു. സ്റ്റാർട്ടിലും ഒരു ഹോട്ട് എൻഡിലും ഒരു ഹോട്ട്. അത് പ്രത്യേകം ഞങ്ങൾ തെരഞ്ഞെടുത്താണ് നിങ്ങൾക്ക് വേണ്ടി. എന്തായാലും അടിപൊളിയായി. ഈ മഴയത്ത് നിങ്ങൾ ചായയൊക്കെ കുടിച്ചിരുന്നുണ്ട്. മറ്റുള്ളവരെ കുറ്റം എല്ലാവർക്കും ഇഷ്ടമാണ്, മറ്റുള്ളവരെ കുറ്റം കഴിക്കാൻ. ആരും ചിലര് വലിയ ഭയങ്കര ഇഷ്ടമാണ്. ചിലര് പറയും എനിക്കും ഇഷ്ടമല്ല മറ്റുള്ളവരെ കുറ്റം കഴിക്കാൻ, എന്നിട്ട് ഒളിച്ചിരുന്നിട്ട് എന്തോ പറഞ്ഞത് ഇതല്ലേ അല്ലേ? മലയാളീസിന്റെ ഒക്കെ സ്വഭാവമുണ്ട്. ഇത് മാറില്ല, അത് നിങ്ങൾക്ക് അറിയാലോ. ഞാനൊരു പാവമാണ്, എനിക്ക് കുറ്റം കഴിക്കാൻ സമയമില്ല, അതാണ് ഒരു സത്യാവസ്ഥ. ഭയങ്കര ബിസിയാണ് കാര്യം. എന്തായാലും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ ആദ്യം പറഞ്ഞ ഉപദേശം ഞങ്ങൾ പറഞ്ഞ ഉപദേശം ഒരിക്കലും മറക്കരുത്. നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും